ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴിയെടുക്കുന്നു. കൊച്ചിയിൽ വെച്ചാണ് മൊഴിയെടുക്കുന്നത്. എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തവരുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. അല്ലമീൻ തോട്ടുമുക്ക് നൽകും വിവരങ്ങൾ. അല്ലമീൻ, ഇപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴിയെടുക്കുന്നത്? ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ലേ? നേരത്തെ അനിമോന്റെ മൊഴി അടക്കം വിശദമായി പരിശോധിച്ചിരുന്നല്ലോ ക്രൈംബ്രാഞ്ച്. വിരുദ്ധ ഈ ആരോപണത്തിന് ആധാരമായ ശബ്ദരേഖയ്ക്ക് ഉടമ അനിമോന്റെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം അനിമോൻ ആ ശബ്ദരേഖയിൽ പറഞ്ഞിരുന്ന മറ്റൊരു ബാർ ഉടമയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. മറ്റു ചില ആളുകളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയെങ്കിലും പല ആളുകളെയും അന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഇടുക്കിയിൽ പോയി ബന്ധപ്പെട്ടപ്പോൾ പലർക്കും നേരിട്ട് കാണാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എറണാകുളത്തെത്തി കൊച്ചിയിലെത്തിയിട്ട് ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് ആൻഡ് അസോസിയേഷൻ ഭാരവാഹികളുമായും അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. അന്ന് ഈ വിവാദങ്ങളുടെ തുടക്കം ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗവുമായി ആ യോഗത്തിലുണ്ടായ തർക്കങ്ങളും എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. ആ യോഗത്തിൽ പങ്കെടുത്ത ബാർ ഉടമകളുടെ അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ ലഭിച്ച മൊഴികളിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാനാവില്ല എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പണപ്പിരിവ് അത് കോട നൽകാനല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലപാട്. അല്ലെങ്കിൽ കോട നൽകാൻ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവോ മൊഴിയോ രേഖകളോ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിലും ആ ശബ്ദരേഖ തയ്യാറാക്കിയതിന് പിന്നിലും മറ്റെന്തെങ്കിലും ഗൂഢാലോചനയോ രാഷ്ട്രീയ താല്പര്യമോ ഉണ്ടോ എന്നുള്ളതിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നതും അത്തരമൊരു ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. അതായത് ബാറുടമകളും ഭാരവാഹികളും പറയുന്നത് പോലെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നടന്ന പണപ്പിരിവിനെ അനിമോൻ കോട കൊടുക്കാനെന്ന രീതിയിൽ ശബ്ദരേഖ തയ്യാറാക്കിയത് എന്തെങ്കിലും മോട്ടീവോടുകൂടിയാണോ? ആ ശബ്ദരേഖ പുറത്തുവിട്ടതിന് പിന്നിൽ ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത തേടുകയാണ്. ഈ ബാറുടമകളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ക്രൈംബ്രാഞ്ച് വൈകാതെ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് അന്വേഷണ സംഘം സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. വിനിത. ശരി, അല്ലമീൻ തോട്ടുമുക്കാണ് വിവരങ്ങൾ നൽകിയത്.